ഹായ് ഫ്രണ്ട്സ്, രഞ്ജിയാണ്. രഞ്ജിത് കുമാർ ഫ്രം അർമാൻ കൺസൾട്ട്. ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ് ആസ് എ പേരന്റ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു സ്പെഷ്യൽ ഡേ ആയിരിക്കും. പല കുട്ടികൾ ആദ്യമായിട്ട് സ്കൂളിൽ പോകുന്ന ഒരു ദിവസമായിരിക്കും. പുതിയ അക്കാഡമിക് ഇയർ ഇന്ന് തുടങ്ങുകയാണ്. ആസ് എ പേരന്റ് എന്നെ സംബന്ധിച്ചൊരു സ്പെഷ്യൽ ഡേ ആണ്. എൻ്റെ മോൻ ആദ്യമായിട്ട് സ്കൂളിൽ പോകുന്ന ദിവസമാണെന്ന്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ആസ് എ പേരന്റ്, ആസ് എ ടീച്ചർ, നമുക്ക് കൂടുതൽ റെസ്പോൺസിബിലിറ്റി കാണിക്കേണ്ട ഒരു സിറ്റുവേഷൻസിലാണ് നമ്മൾ ഇന്നത്തെ സൊസൈറ്റി. കാരണം നമ്മൾ നല്ല സ്കൂളിലേക്ക് അയച്ചത് കൊണ്ട് മാത്രം, നല്ലൊരു മാർക്ക് വാങ്ങിയ കുട്ടി ആയതുകൊണ്ട് മാത്രം ആ കുട്ടി ഏറ്റവും നല്ല കുട്ടിയാവണമെന്നില്ല. ഇപ്പൊ നമ്മൾ പല പേരൻസിനും ഞാൻ കണക്റ്റഡ് ആയി സംസാരിക്കുന്ന സമയത്ത്, ആസ് എ ട്രെയിനർ, ആസ് എ കൺസൾട്ടന്റ് സംസാരിക്കുന്ന സമയത്ത് അവരുടെ ഏറ്റവും വലിയ കൺസേൺ മാർക്കാണ്. നല്ല മാർക്ക് വാങ്ങുക എന്നുള്ളതാണ്. നല്ല മാർക്ക് വാങ്ങിയത് കൊണ്ട് മാത്രം ഒരു കുട്ടിക്ക് ഏറ്റവും നല്ലൊരു മനുഷ്യനായി മാറണമെന്നില്ല. കാരണം നമുക്കിപ്പോഴും അറിയാം, നല്ല മാർക്ക് വാങ്ങിയ എത്രയോ ആൾക്കാർ ക്രിമിനൽസ് ആയിട്ടുണ്ട്, പല മോശം സംഭവങ്ങളിൽ ഇടപെട്ട് പോയിട്ടുണ്ട്. എന്തുകൊണ്ടാണ്? മാർക്കല്ല നമ്മുടെ ജീവിതത്തിൽ നിർണ്ണയിക്കുന്നത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് നമ്മൾ ഏത് തരത്തിലാണ് നമ്മൾ സൊസൈറ്റിയിൽ കമ്മിറ്റഡ് ആയിട്ട് ജീവിക്കുന്നത് എന്നുള്ളതാണ്. ആസ് എ പേരൻറ്, ആസ് എ ടീച്ചർ, നമ്മൾ കുറച്ചും കൂടി ഉത്തരവാദിത്ത ബോധത്തോടെ കുറച്ചും കൂടി നല്ല രീതിയിൽ കുട്ടികളുടെ മുകളിൽ കുറച്ചും കൂടി കൺസേൺ ആയി കുറച്ചും കൂടി സീരിയസ്ലി നമ്മൾ അപ്രോച്ച് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. പല വീടുകളിലും പേരൻസും കുട്ടികളും തമ്മിൽ സംസാരിക്കുന്നത് പോലും കുറവാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം, അറ്റ്ലീസ്റ്റ് ഒരു 30 to 40 മിനിറ്റ്സ് എങ്കിലും എല്ലാ ദിവസവും പേരൻസ് കുട്ടികളുമായിട്ട് മിങ്കിൾ ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ പലപ്പോഴും പണത്തിന് പുറകെയാണ് പോകുന്നത്, പണം നേടുക എന്നുള്ളതാണ്. പണത്തിന് പുറകെ പോകുന്ന സമയത്ത് നമുക്ക് നഷ്ടമാകുന്നത് ഒരു ജീവിതമാണ്. കുട്ടികളുടെ ഇഷ്യൂസ് ഒന്നും നമുക്ക് മനസ്സിലാകുന്നില്ല. കാരണം അവർക്കൊരു സംശയമുണ്ട്, ഇങ്ങനൊരു പ്രോബ്ലം വരുന്ന സമയത്ത് ഞാൻ ആരോടാ സംസാരിക്കുക, എന്നോട് സംസാരിക്കാൻ ആരും ഇല്ലല്ലോ എന്നുള്ള സിറ്റുവേഷൻസ് ഉണ്ട്. അപ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു 30 to 40 മിനിറ്റ്സ് എവറി ഡേ നമ്മൾ സ്പെൻഡ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളെ പഴയ കാര്യങ്ങളും അവരുടെ ജീവിതത്തിൽ ഇന്ന് സംഭവിച്ച കാര്യങ്ങളും ഒക്കെ സംസാരിക്കുമ്പോൾ ദേ ഫീൽ ബെറ്റർ. അതുപോലെ തന്നെ നമ്മുടെ ഫാമിലിയാണ് ലഹരി എന്നുള്ള തരത്തിൽ അല്ലാതെ നമ്മൾ അങ്ങനെ ഒരു സിറ്റുവേഷൻസ് ഇല്ലാത്തത് കൊണ്ടാണ് പലരും ലഹരിൻ്റെ പുറകിലൊക്കെ പോകുന്നത്. അതുപോലെ മറ്റാൾക്കാർ വരുന്ന സമയത്ത് നമ്മൾ എങ്ങനെ ബിഹേവ് ചെയ്യണം, അവരോട് കുറച്ചും കൂടി കോഷ്യസ് ആകേണ്ട കാര്യം കൂടി നമ്മൾ സംസാരിക്കണം. കാരണം നമ്മുടെ ഫാമിലിയിൽ അടുത്ത ആൾക്കാർ പോലും കുട്ടികളെ പീഡിപ്പിക്കുന്ന അവസ്ഥയിലാണ് നമ്മൾ കാണുന്നത്, ഞെട്ടിപ്പിക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ നമ്മൾ അവരോട് എങ്ങനെ, അതുപോലെ ചെറിയ കുട്ടികളാണെങ്കിൽ ഗുഡ് ടച്ച്, ബാഡ് ടച്ച്, അതൊക്കെ എല്ലാം കൃത്യമായിട്ട് നമ്മൾ പാരൻസും ടീച്ചേഴ്സും പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. നമ്മൾ ഏറ്റവും മികച്ച വിദ്യാർത്ഥികളായി മാറ്റുക എന്നുള്ളതല്ല, ഏറ്റവും ഇമ്പോർട്ടൻ്റ് മികച്ച മനുഷ്യനായി മാറ്റുക എന്നുള്ളതാണ്. ആസ് എ സ്റ്റുഡൻറ്റ്, നമുക്ക് കുട്ടികളുടെ സംബന്ധിച്ചിട്ട് സ്കൂളിൽ നിന്ന് ടീച്ചേഴ്സ് പഠിപ്പിക്കുന്നതിനെക്കാട്ടി കൂടുതൽ ഗൂഗിൾ പഠിപ്പിക്കും. മാതാപിതാ ഗൂഗിൾ ദൈവം. എയുടെ കാലമാണ്. അവർക്ക് കൂടുതൽ പഠിക്കാൻ വേണ്ടി കുറേ സൗകര്യങ്ങളുണ്ട്. അവരുടെ അക്കാഡമിക് ഇയറിൽ ആസ് എ സ്റ്റുഡൻറ്റ് അവർക്ക് നല്ല രീതിയിൽ കുറേ പഠിക്കാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. പക്ഷെ നമ്മുടെ ഉത്തരവാദിത്തം അവരെ നല്ല ബഹുമാനിക്കുന്ന, മുതിർന്നവരെ ബഹുമാനിക്കുന്ന ഒരു ആളായി മാറ്റുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ മറ്റുള്ളവരുടെ ഇഷ്യൂസ്, മറ്റുള്ളവരുടെ പ്രോബ്ലംസ് അതിലിടപെട്ട് അവർക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരാളായി മാറ്റുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം. അതിനുവേണ്ടി നമ്മളെ കൃത്യമായ രീതിയിൽ അവരെ ഗൈഡ് ചെയ്യുക എന്നുള്ളതാണ്. മറ്റുള്ളവരുടെ ഇഷ്യൂസിൽ എൻ്റെ ഇഷ്യൂ അല്ല, എന്നെ ബാധിക്കുന്നതല്ല എന്ന് മാറി നിൽക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അങ്ങനെയല്ല, അവരുടെ ഇഷ്യൂസിൽ അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന തരത്തിൽ. അതുപോലെ പൊതുവെ കാണുന്നതാണ് മുതിർന്നവരെ ബഹുമാനിക്കാത്ത. അങ്ങനെയല്ല, മുതിർന്നവരെ ബഹുമാനിക്കുന്ന നമ്മളെ ഏറ്റവും ബെറ്ററായ വേർഷൻസ് നമ്മൾ അവരുടെ മുമ്പിലും പ്രകടിപ്പിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. ഇന്നത്തെ സ്പെഷ്യൽ ഡേയിൽ എല്ലാ പേരൻസിനും കുട്ടികൾക്കും അതുപോലെ തന്നെ ടീച്ചേഴ്സിനും കൺഗ്രാറ്റുലേഷൻസ് ആൻഡ് ഹാപ്പി സ്കൂൾ. താങ്ക് യു വെരി മച്ച്.